ഹലോ ഗൈസ്, ഞാൻ നിൽക്കുന്നത് നമ്മുടെ പരവൂര് പൊഴിയുടെ അടുത്താണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ദൂരെ നിന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്ര അടുത്ത് വന്ന് കാണുന്നത് ആദ്യമായിട്ടാണ്. ഇത് പരവൂർ അമ്പലത്തിന്റെ ബാക്ക് വശത്തായിട്ടാണ്. ആ സൈഡിൽ കൂടെ ഞാൻ അകത്തോട്ട് കയറി വന്ന് ഇത്ര അടുത്ത് നിന്ന് കാണാം. അടുത്തോട്ട് പോകുന്നവരാണെങ്കിൽ കുറച്ചുകൂടെ അടുത്തോ. ഇതാണ് അമ്പലം. അപ്പൊ ഇതിന്റെ ബാക്കിലായിട്ടാണ്, ഇതുകൊണ്ട് അവിടെ നിന്നാണ് വഴി. അതിന്റെ ബാക്കിലായിട്ടാണ് അതിന്റെ ഇത്. അപ്പൊ ഞാൻ എന്തായാലും ഇതിന്റെ ബാക്ക് ക്യാമറ ഒന്ന് നിങ്ങളെ കാണിക്കാം. അപ്പൊ അതിന്റെ ഭംഗി നിങ്ങളും ഒക്കെ ഒന്ന് ആസ്വദിക്കുക. കടലും കായലും ഒരുമിച്ച് കിടക്കുന്നതാണ്. അപ്പൊ ഇവിടെ പലരും വന്ന് ചൂണ്ടയിടുന്നുണ്ട്. കാറ്റുവെള്ളം കുറച്ചുപേര് ഇങ്ങനെ വന്ന് ഇരിപ്പുണ്ട്. ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വരാൻ പറ്റിയ ഒരു സ്പോട്ടാണ്. ഫ്രണ്ട്സ് എന്നല്ല, ഫാമിലി ആയിട്ട് വരാൻ ഒരു സ്പോട്ടാണിത്. അപ്പൊ അതിന്റെ ബാക്ക് ഞാനൊന്ന് കാണിക്കാം, നിങ്ങളെ നോക്കുക. നല്ല ഭംഗിയുണ്ടല്ലേ. അത് കടൽ അടിച്ച് ഇങ്ങനെ വരുന്നതാണ്. കടൽ ഇങ്ങനെ അടിച്ച് ഇപ്പൊ ഇച്ചിരി കടൽ കൂടുതലുള്ള ടൈമാണ്. കടൽ ഇങ്ങനെ അടിച്ച് ഇങ്ങനെ ഓടി വന്നു, ഇങ്ങനെ തിര ഇങ്ങനെ കയറി വന്നിട്ട് കടലിലോട്ട് കായലിലോട്ടാണ് ഇത് പോകുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടെ ഒരുമിച്ചാണ് കിടക്കുന്ന. ഇതാണ്ട് ഗൈസ്, ഇതാണ് അപ്പുറത്ത് കാണുന്നത് കായലാണ്. അതിനപ്പുറത്ത് പാലമുണ്ട്. അവിടെ അതുകൊണ്ട് ഒരുപാട് പേര് ചൂണ്ടയിടുന്നുണ്ട്. ഫാമിലി ആയിട്ട് വന്ന് ചൂണ്ടയിടുന്നവരുണ്ട്, വല വീശുന്നവരുണ്ട്, ഫ്രണ്ട്സുമായിട്ട് എൻജോയ് ചെയ്യാൻ വരുന്നവരുണ്ട്. നല്ലൊരു സ്പോട്ടാണ്. അപ്പൊ നിങ്ങളൊക്കെ ഇതുവഴി പോകുമ്പോൾ ഒന്ന് വരിക. വന്ന് നമുക്ക് ശാന്തസുന്ദരമായ ഈ പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിച്ചിരിക്കാൻ പറ്റിയ ഒരു ഏരിയയാണ്. കാരണം യാതൊരുവിധ ശല്യങ്ങളും ഇല്ല കേട്ടോ. അത് കഴിഞ്ഞ് ഞാനൊന്ന് കടപ്പുറത്തൂടെ പോയപ്പോൾ ഞാൻ എന്തായാലും ഒത്തിരി വർഷങ്ങളായി കടല് ഒന്ന് കാണാം, കാല് നനയ്ക്കാന്നും പറഞ്ഞ് ഇറങ്ങി. ഭയങ്കര കടലാണ്, കണ്ട തിര വരുന്ന കണ്ടോ, ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ ഒത്തിരി കാലങ്ങൾക്ക് ശേഷം ഒന്ന് അതായത് സുനാമിക്ക് ശേഷം, കാരണം എനിക്ക് പേടിയായിരുന്നു സുനാമി വന്ന കാരണം. ഞാൻ കണ്ടു നിൽക്കിയൊക്കെയാണ് സുനാമി വരുന്നത്. അതിനുശേഷം ഞാൻ ആദ്യമായിട്ടാണ് കടലിനോട് പോയി ഇങ്ങനെ കാല് നനയ്ക്കുന്നത്. ഭയങ്കര പേടിയാണ്. കാരണം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിസ്മസിനൊക്കെ പോകുമായിരുന്നു. ഇതിപ്പോ ആദ്യമായിട്ടാണ്. നല്ല രസമുണ്ട് ഇങ്ങനെ കളിക്കാനായിട്ട്. അപ്പൊ അത് കഴിഞ്ഞ് നമ്മള് എന്നെ വിളിക്കുന്നുണ്ട് അവിടെ കിടന്ന്, ബാ പോകാന്നും പറഞ്ഞില്ല. എന്തായാലും ഒന്നുകൂടെ കാല് നനച്ചിട്ട് കയറാന്നും പറഞ്ഞ വീണ്ടും ഒന്നുകൂടെ ഇറങ്ങി. ഭയങ്കര ഒരു തരം. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് വരുന്ന വഴിയാണ്. അപ്പൊ നമ്മൾ പോവുകയാണ്. അപ്പൊ ഒരു വെള്ളം കുടിക്കാന്ന് കരുതി. വെള്ളം കുടിക്കാനായിട്ട് കരിക്കും വെള്ളം എന്ന് പറഞ്ഞു. അവിടെ പല വെറൈറ്റികൾ ഉണ്ടായിരുന്നു. അപ്പൊ പല വെറൈറ്റികൾ ഉണ്ടായിരുന്നു. നമ്മളത് 2 മേടിച്ചു. ഒരു മാംഗോയും ഒരു മുന്തിരി. അപ്പൊ ടേസ്റ്റ് ചെയ്തപ്പോ സൂപ്പർ ആയിരുന്നു. അപ്പൊ നിങ്ങൾ പോകുമ്പോ ഇതുവഴി പോകുമ്പോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ടാറ്റാ, ബൈ ബൈ. കിടു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ.